ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, എല്ലാവർക്കും ഉദ്ധാനത്തിൻ്റെ 1000 നന്മയും സ്നേഹവും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നേർന്നുകൊള്ളുന്നു. യേശുവിൻ്റെ ഉദ്ധാനം ലോകശക്തിക്ക് ഒരു വെല്ലുവിളിയും ദൈവശക്തിയുടെ പൂർണ്ണ വിജയവുമായിരുന്നു. യേശു എങ്ങനെയാണ് പൂർണ്ണമായി ഉദ്ധാന ചൈതന്യത്തിൽ എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓശാന ഞായർ, പെസഹാ വ്യാഴം, ദുഃഖവെള്ളി എന്നീ രഹസ്യങ്ങൾ നാം അറിയണം. ആദ്യമായി നമുക്ക് ഓശാന ഞായർ. രാജാതിരാജനായ ഈശോ കുതിരപ്പുറത്തൂടെ കടന്നു വരുന്നതിന് പകരം അവൻ കഴുതപ്പുറം സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? കുതിരപ്പുറമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചിന്തിച്ച് മനസ്സിലാക്കി വിവേകപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. അവനാകട്ടെ അവൻ എളിമയോടെ ദാസമനോഭാവം സ്വീകരിച്ചുകൊണ്ട് അവൻ പിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കഴുതയെപ്പോലെ അനുസരിക്കുന്നത്രോളം എളിമയുള്ളവനായി തീർന്നു. അതാണ് അധ്വാനത്തിലേക്ക് നയിച്ച ചൈതന്യം. 2, പെസഹാ വ്യാഴം. പെസഹാ വ്യാഴം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് രാജാതിരാജനായി ഇരുന്നു കൊണ്ട്, മഹാപുരോഹിതനായി ഇരുന്നു കൊണ്ട്, ജനപ്രമാണിയെപ്പോലെ ഇരുന്നു കൊണ്ട്, ന്യായാധിപനെപ്പോലെ ഇരുന്നു കൊണ്ട്, മറ്റുള്ളവരിൽ നിന്നും മുറിച്ചുപെട്ടും ആനുകൂല്യങ്ങൾ സ്വീകരിച്ച് വളരേണ്ട മനുഷ്യൻ അല്ലെങ്കിൽ ദൈവപുത്രൻ സ്വന്തം ശരീരവും രക്തവും മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുത്തുകൊണ്ട് ആത്മാക്കളെ നേടുന്നതിനായി തീർന്നു. അതാണ് അടുത്ത വലിയ രഹസ്യം. 3-ാമത്തെ കാര്യം ദുഃഖവെള്ളി. എന്താ ദുഃഖവെള്ളി? ഏറ്റവും എളിമയുള്ളവനും നിഷ്കളങ്കനുമായ ദൈവപുത്രൻ ഒരു കുഞ്ഞിനെ പോലെ ആയിക്കൊണ്ട് സകല പാപഭാരങ്ങളും ഒറ്റപ്പെടൽ അവസ്ഥകളും തെറ്റിദ്ധാരണകളും സഹനങ്ങളും എല്ലാം അവൻ ഏറ്റെടുത്തു. അവൻ കുരിശ് ചുമന്ന് കാൽവരിയിലൂടെ കടന്നുപോയി. അവനൊന്നും മറ്റാരെയും തിരിഞ്ഞു നോക്കിയില്ല. അതുപോലെ തന്നെ യേശുവിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു കാര്യം, അവൻ ആൾക്കാർ കുറവായിരുന്നു. കാരണം അവൻ മറ്റുള്ളവരെ പകരക്കാനായി സ്വീകരിക്കായ സ്വന്തം കുരിശുകൾ ഏറ്റെടുത്തവൻ നടന്നു, കുരിശ് വഹിച്ചു. അതുപോലെ തന്നെ വെള്ളിയിലൂടെയും സ്വർണത്തിലൂടെയും പിതാവിനെ വളർത്തിയിരുന്നു. എന്നാൽ അന്നത്തെ ആ മനുഷ്യരുടെ ചിന്തഗതിയിൽ പാപത്തിലൂടെ കടന്നു പോകാത്തതുകൊണ്ട് അവനെ വെള്ളി എന്ന ആ നാണയത്തിലൂടെ ഒറ്റിക്കൊടുത്തു. സ്നേഹമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, യേശുവിൻ്റെ ഉദ്ധാന രഹസ്യമെന്ന് പറയുമ്പോൾ അവൻ സർവപൂർണതയും സ്വീകരിച്ചുകൊണ്ട് വളർന്നു വന്നു എന്നുള്ളതാണ്. അതുപോലെ നാമും സർവപൂർണതയിലൂടെ വളർന്നു വന്നാൽ മറ്റുള്ളവർക്ക് ഈശോയെ പോലെ പൂർണ്ണ നിറഞ്ഞൊരാത്മാവായി തീർന്നുകൊണ്ട് വഴികാട്ടിയായി തീരുവാൻ കഴിയും. യേശു സകലരുടെയും വഴികാട്ടിയും വെളിച്ചം